വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. ജോഷുവയുടെ മരണത്തിന് ശേഷം ഇസ്രായേലിയർ കർത്താവിനോട് ഇപ്രകാരം ആരായുകയുണ്ടായി: കാനാൻകാരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടി കയറി ചെല്ലുക? കർത്താവ് അരുൾ ചെയ്തു, യൂദാ കയറി ചെല്ലട്ടെ. ഇതാ, ഞാൻ ആ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യൂദാ സ്വസഹോദരനായ ശിമെയോനോട് പറഞ്ഞു, നറുക്കിലൂടെ എനിക്ക് ലഭിച്ചിടത്തേക്ക് എന്നോടുകൂടെ കയറി വരിക. കാനാൻകാരോട് നമുക്ക് പോരാടാം. നിനക്ക് നറുക്ക് വഴി ലഭിച്ചിടത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ശിമെയോൻ അവനോടുകൂടെ പോയി. യൂദാ കയറി ചെന്നു. കർത്താവ് കാനാൻകാരെയും പെരീസുകാരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ 10,000 പേരെ ബെസെക്കിൽ വെച്ച് സംഹരിച്ചു. അവർ ബെസെക്കിൽ വെച്ച് അദോണി ബെസെക്കിനെ കണ്ടെത്തി അവനോട് യുദ്ധം ചെയ്തു. കാനാൻകാരെയും പെരീസുകാരെയും അവർ സംഹരിച്ചു. എന്നാൽ അദോണി ബെസെക്ക് പലായനം ചെയ്തു. അവർ അവനെ പിന്തുടർന്ന് പിടിച്ച് അവന്റെ കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അപ്പോൾ അദോണി ബെസെക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിൽ ഉച്ഛിഷ്ടം ശേഖരിച്ചിരുന്നു. ഞാൻ ചെയ്തതുപോലെ ദൈവം എന്നോടും പകരം ചെയ്തിരിക്കുന്നു. അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദർ ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി വാൾത്തലക്കിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം യഹൂദ്യർ മലമുകളിലും ദക്ഷിണഭാഗത്തും സമതലങ്ങളിലും താമസിച്ചിരുന്ന കാനാൻകാരോട് യുദ്ധത്തിനിറങ്ങി. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാൻകാർക്കെതിരെ യൂദാ ചെന്നു. ഹെബ്രോണിന്റെ പേര് മുൻപ് കിരിയാത്ത് അർബ എന്നായിരുന്നു. അവർ ഷേഷൈ, അഹിമൻ, തൽമായി എന്നിവരെ സംഹരിച്ചു. അവർ അവിടെ നിന്ന് ദബീർ നിവാസികൾക്കെതിരെ ചെന്നു. ദബീറിന്റെ പേര് മുമ്പ് കിരിയാത്ത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ ആക്രമിച്ച് അത് പിടിച്ചെടുക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒദിനിയേൽ അത് പിടിച്ചടക്കി. തൻ്റെ പുത്രി അക്സായെ അയാൾ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ അവൾ ഒദിനിയേലിന്റെ അടുത്ത് ചെന്ന് തൻ്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ പ്രേരിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങവേ കാലബ് അവളോട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? അവൾ അവനോട് പറഞ്ഞു, എനിക്ക് ഒരു അനുഗ്രഹം തരണം. നീ എനിക്ക് നെഗെബു പ്രദേശം തന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നീരുറവുകൾ കൂടി എനിക്ക് തന്നാലും. മേലെയും താഴെയുമുള്ള ഉറവകൾ കാലബ് അവൾക്ക് വിട്ടുകൊടുത്തു. മോശയുടെ അമ്മായിപ്പനായ കേനിന്റെ മക്കൾ യഹൂദരോടുകൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് തെക്ക് ആരാദിലുള്ള യൂദാ മരുഭൂമിയിലേക്ക് കയറി ചെന്നു. അവർ അവിടെ എത്തി ജനത്തോടൊത്ത് വസിച്ചു. അതിനുശേഷം യൂദാ സ്വസഹോദരനായ ശിമെയോനോടൊത്ത് പുറപ്പെട്ട് സേഫാത്തിൽ വസിച്ചിരുന്ന കാനാൻകാരെ സംഹരിച്ചു. അവർ ആ പട്ടണം നിശേഷം നശിപ്പിച്ചിട്ട് അതിനെ ഹോർമ എന്ന പേര് വിളിച്ചു. ഗാസയും അതിൻ്റെ അതിർത്തി പ്രദേശവും, അഷ്കലോണും അതിൻ്റെ അതിർത്തി പ്രദേശവും, എക്രോണും അതിൻ്റെ അതിർത്തി പ്രദേശവും യൂദാ പിടിച്ചടക്കി. കർത്താവ് യൂദയോടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷേ താഴ്വാര നിവാസികൾക്ക് ഇരുമ്പ് രഥം ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവനായില്ല. മോശ പ്രഖ്യാപിച്ചിരുന്നതുപോലെ ഹെബ്രോൺ അവർ കാലബിന് കൊടുത്തു. അവിടെ നിന്ന് 3 അനാക്യരെ അവർ പുറത്താക്കി. ബെഞ്ചമിന്യർ ജെറുസലേം നിവാസികളായ ജബൂസുകളെ പുറത്താക്കിയില്ല. അതിനാൽ ജബൂസുകൾ ബെഞ്ചമിന്യരോടൊപ്പം ജെറുസലേമിൽ ഇന്നും വസിക്കുന്നു. ജോസഫിന്റെ ഭവനമാകട്ടെ ബേതിലിലേക്കും കയറി ചെന്ന് കർത്താവ് അവരോടുകൂടി ഉണ്ടായിരുന്നു. ജോസഫിന്റെ ഭവനം ബേതേലിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി. ആ പട്ടണത്തിന്റെ മുൻപത്തെ പേര് ലൂസ് എന്നായിരുന്നു. നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് നിരീക്ഷകർ കണ്ടു. അവർ അവനോട് പറഞ്ഞു, നഗരത്തിന്റെ പ്രവേശന മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കാം. അവൻ അവർക്ക് നഗരത്തിന്റെ പ്രവേശന മാർഗം കാണിച്ചു കൊടുത്തു. അവർ നഗരത്തെ വാൾത്തലക്കിരയാക്കി. എന്നാൽ അയാളെയും കുടുംബത്തെയും അവർ പറഞ്ഞയച്ചു. അയാൾ ഹേത്തുകാരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിത് അതിനെ ലൂസ് എന്ന പേര് വിളിച്ചു. ഇന്നുവരെയും അതിൻ്റെ പേര് ഇതാകുന്നു. ബേത്ഷായിനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും, താനാക്കിനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും,
ദോറിലെ നിവാസികളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും, ഇബിലിയാമിലെ നിവാസികളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും, മെഗിദോയിലെ നിവാസികളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും മനാസെ പുറത്താക്കിയില്ല. അങ്ങനെ കാനാൻകാർക്ക് ആ ദേശത്ത് തന്നെ വസിക്കാൻ കഴിഞ്ഞു. ഇസ്രായേൽ പ്രബലമായപ്പോൾ കാനാൻകാരെ അടിമവേലയ്ക്ക് നിയോഗിച്ചു. അവരെ തീർത്തും പുറത്താക്കിയില്ല. എഫ്രായിം ഗസർ നിവാസികളായ കാനാൻകാരെ പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനാൻകാർ ഗസറിൽ തന്നെ അവരുടെ ഇടയിൽ താമസിച്ചു. സെബുലൂൻ കിത്രോൺ നിവാസികളെയും നഹലോൽ നിവാസികളെയും പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനാൻകാർ അവരുടെ ഇടയിൽ തന്നെ വസിച്ചു. അവർ അടിമവേലയ്ക്കുള്ളവരായി മാറി. ആഷേർ അക്കോ നിവാസികളെയും സീദോൻ നിവാസികളെയും അഹലാബ്, അക്സിബ്, ഹെൽബ, അഫീഖ്, റഹോബ് എന്നിവയെയും പുറത്താക്കിയില്ല. ആഷേരുകാർ ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ വസിച്ചു, എന്തെന്നാൽ അവർ അവനെ പുറത്താക്കിയിരുന്നില്ല. നഫ്താലി ബേത് ഷെമെഷ് നിവാസികളെയും ബേത് അനാത്ത് നിവാസികളെയും പുറത്താക്കിയില്ല. അവർ ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ വസിച്ചു. ബേത് ഷെമെഷിലെയും ബേത് അനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമവേലയ്ക്കുള്ളവരായി മാറി. അമോരികൾ ദാന്യരെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് ഇറങ്ങി വരാൻ അവരെ അനുവദിച്ചതേയില്ല. അമോരികൾ ഹർഹെറസിലും അയാലോനിലും ഷാൽബീമിലും വസിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ജോസഫ് ഭവനത്തിന്റെ കരം പ്രബലപ്പെട്ടപ്പോൾ അവർ അടിമവേലയ്ക്കുള്ളവരായി മാറി. അമോറികളുടെ അതിർത്തി അക്രംബി കയറ്റം മുതൽ സേലായിൽ നിന്ന് മുകളിലേക്കായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. ഒരു കർത്തദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് കയറി ചെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് കയറ്റിക്കൊണ്ടു വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. നിങ്ങൾ ഈ ദേശവാസികളുമായി ഉടമ്പടിയിൽ ഏർപ്പെടരുത്. അവരുടെ ബലിപീഠങ്ങൾ നിങ്ങൾ ഇടിച്ചു തകർക്കണം. എന്നാൽ നിങ്ങൾ എൻ്റെ സ്വരം അനുസരിച്ചില്ല. നിങ്ങൾ ഈ ചെയ്തത് എന്താണ്? അതിനാൽ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. അവർ നിങ്ങൾക്ക് കുരുക്കായി തീരും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. കർത്തൃദൂതൻ ഇസ്രായേലർ മുഴുവനോടും ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജനം സ്വരമുയർത്തി കരഞ്ഞു. അവർ ആ സ്ഥലത്തിൻ്റെ പേര് ബോക്കിം എന്ന് വിളിച്ചു. അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു. ജോഷുവ ജനത്തെ പറഞ്ഞയച്ചു. ഇസ്രായേലിൽ ഓരോ ആളും തൻ്റെ അവകാശത്തിലേക്ക് ദേശം കൈവശമാക്കാൻ പോയി. ജോഷുവയുടെ കാലം മുഴുവനും ഇസ്രായേലിനോട് ചെയ്ത കർത്താവിൻ്റെ മഹാകൃത്യം ഓരോന്നും കാണുകയും ജോഷുവയ്ക്ക് ശേഷം ആയുർദൈർഘ്യമുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരുടെ കാലം മുഴുവനും ജനം കർത്താവിനെ സേവിച്ചു. നൂനിൻ്റെ മകൻ കർത്തദാസനായ ജോഷുവ 110 വയസ്സുള്ളവനായി മരിച്ചു. ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രൈം മലനാട്ടിൽ തിമ്നാത്ത് ഹെറസിൽ അവൻ്റെ അവകാശത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവർ അവനെ സംസ്കരിച്ചു. പിന്നീട് ആ തലമുറ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവർക്ക് ശേഷം കർത്താവിനെയോ അവിടുന്ന് ഇസ്രായേലിന് ചെയ്ത പ്രവൃത്തിയോ അറിയാത്ത മറ്റൊരു തലമുറ ഉയർന്നു വന്നു. ഇസ്രായേലിയർ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിക്കുകയും ബാൽ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. തങ്ങളെ ഈജിപ്ത് ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. തങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരിൽപ്പെട്ട അന്യദേവന്മാരുടെ പിന്നാലെ ചരിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിനും അഷ്താറോത്തിനും സേവ ചെയ്തു. അതിനാൽ ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. ചുറ്റുമുള്ള അവരുടെ ശത്രുക്കളുടെ കയ്യിൽ അവിടുന്ന് അവരെ വിറ്റു. തങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ തുടർന്നും ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് സംസാരിച്ചിരുന്നതുപോലെയും കർത്താവ് അവരോട് ശബ്ദം ചെയ്തിരുന്നതുപോലെയും അവർ ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം അവർക്കിടയിൽ തിന്മയ്ക്കായി ഭവിച്ചു. അവർക്ക് ഏറെ ഞെരുക്കമുണ്ടായി. എന്നിട്ടും കർത്താവ് ന്യായാധിപന്മാരെ ഉയർത്തുകയും അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തങ്ങളുടെ ന്യായാധിപന്മാരെ അവർ ശ്രവിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ അവർ വ്യഭിചരിച്ചു പോവുകയും അവർക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ പിതാക്കന്മാർ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ചുകൊണ്ട് ചരിച്ച മാർഗപ്രകാരം പ്രവർത്തിക്കാതെ അവർ വേഗം അതിൽ നിന്ന് വ്യതിചലിച്ചിരുന്നു. കർത്താവ് അവർക്കായി ന്യായാധിപന്മാരെ ഉയർത്തിയപ്പോൾ ഓരോ ന്യായാധിപനോടും കൂടെയും അവിടുന്ന് ഉണ്ടായിരുന്നു. ഓരോ ന്യായാധിപന്റെയും കാലത്ത് കർത്താവ് അവരുടെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു. കാരണം അവരെ പീഡിപ്പിക്കുന്നവരും ഞെരുക്കുന്നവരും മുഖാന്തരമുള്ള അവരുടെ രോദനത്തെ പ്രതി കർത്താവ് അവരോട് അനുകമ്പ കാണിച്ചിരുന്നു. എന്നാൽ
ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ അന്യദേവന്മാരെ സേവിക്കാനും ആരാധിക്കാനുമായി അവരുടെ പിന്നാലെ ചരിക്കാൻ പിന്തിരിയുകയും തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളാവുകയും ചെയ്തു. തങ്ങളുടെ ആചാരങ്ങളും ദുശാഠ്യമാർഗവും അവർ ഉപേക്ഷിച്ചില്ല. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ ജനത അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും എൻ്റെ സ്വരം അനുസരിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവൻ വിട്ടുകളഞ്ഞിരുന്ന ജനപദങ്ങളിൽ നിന്ന് ഒന്നിനെയും അവരുടെ മുൻപിൽ നിന്ന് ഞാനും ഇനി നീക്കിക്കളയുകയില്ല. തങ്ങളുടെ പിതാക്കന്മാർ പാലിച്ചിരുന്നത് പോലെ ഇസ്രായേലും കർത്തൃമാർഗം ദീക്ഷിച്ച് അതിൽ നടക്കുമോ ഇല്ലയോ എന്ന് അക്കൂട്ടരിലൂടെ അവരെ പരീക്ഷിക്കേണ്ടതിനാണ് കർത്താവ് ആ ജനപദങ്ങളെ വേഗത്തിൽ നീക്കിക്കളയാതെ അവരെ നിലനിൽക്കാൻ അനുവദിച്ചതും ജോഷുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതിരുന്നതും. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം. സോളമന്റെ സുഭാഷിതങ്ങൾ. ജ്ഞാനിയായ മകൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകനാകട്ടെ അമ്മയുടെ ദുഃഖമാണ്. തിന്മയുടെ ഭണ്ഡാരങ്ങൾ പ്രയോജനം ചെയ്യുകയില്ല, നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നീതിമാന്റെ ആത്മാവ് വിശക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല, ദുഷ്ടരുടെ ആർത്തി അവിടുന്ന് നിരാകരിക്കും. അലസതയുടെ കൈപ്പത്തി ദാരിദ്ര്യം ഉളവാക്കുന്നു, സ്ഥിരോത്സാഹികളുടെ കൈ സമ്പത്തുളവാക്കുന്നു. ബുദ്ധിമാനായ മകൻ വേനൽക്കാലത്ത് വിളവെടുക്കുന്നു, കൊയ്ത്തുകാലത്ത് നിദ്രയിൽ ആഴുന്ന മകൻ നാണം കെട്ടവനാണ്. നീതിമാന്റെ ശിരസിന് അനുഗ്രഹങ്ങളുണ്ട്, എന്നാൽ അക്രമം ദുഷ്ടരുടെ വായ് മൂടുന്നു. നീതിമാന്റെ സ്മരണ അനുഗ്രഹത്തിനുള്ളതാണ്, ദുഷ്ടരുടെ നാമമാകട്ടെ അഴുകിപ്പോകും. ജ്ഞാനമതി കൽപ്പനകൾ സ്വീകരിക്കും, വായാടിയായ വിഡ്ഢി നാശമടയും. നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നവൻ സുരക്ഷിതനായി ചരിക്കുന്നു, തൻ്റെ വഴികൾ വക്രീകരിക്കുന്നവൻ കുപ്രസിദ്ധനാകും. കണ്ണിറക്കുന്നവൻ ഉപദ്രവം സമ്മാനിക്കുന്നു, വായാടിയായ വിഡ്ഢി നാശമടയും. നീതിമാന്റെ വായ് ജീവന്റെ ഉറവയാണ്, ദുഷ്ടരുടെ വായാകട്ടെ അക്രമം മറച്ചുപിടിക്കുന്നു. വിദ്വേഷം കലഹത്തെ ഇളക്കിവിടുന്നു, സ്നേഹമോ എല്ലാ അതിക്രമങ്ങളുടെയും മേൽ മറയിടുന്നു. ധിഷ്ണശാലിയുടെ അധരങ്ങളിൽ ജ്ഞാനം കാണപ്പെടുന്നു, ബുദ്ധിശൂന്യന്റെ മുതുകിനുള്ളതാണ് വടി. ജ്ഞാനികൾ വിജ്ഞാനം സംഭരിച്ചു വയ്ക്കുന്നു, വിഡ്ഢിയുടെ വായ് സമീപത്തായ നാശവും. ധനികന്റെ ബലിഷ്ഠ നഗരം അവന്റെ സമ്പത്താണ്, ദരിദ്രരുടെ നാശം അവരുടെ ദാരിദ്ര്യവും. നീതിമാന്റെ പ്രതിഫലം ജീവനു വേണ്ടിയാണ്, ദുഷ്ടന്റെ വരുമാനം പാപത്തിനു വേണ്ടിയും. ജീവനിലേക്കുള്ള പാത ശിക്ഷണം കാത്തു സൂക്ഷിക്കലാണ്, ശാസനം ഉപേക്ഷിക്കുന്നത് വഴിതെറ്റിക്കലാണ്. വ്യാജ അധരങ്ങൾ വിദ്വേഷം മറച്ചു വയ്ക്കുന്നു, അപവാദം പരത്തുന്നവനാരോ അവനത്രേ ഭോഷൻ. വാക്കുകളേറുമ്പോൾ അതിക്രമത്തിന് കുറവില്ല, ബുദ്ധിമാൻ തൻ്റെ അധരങ്ങൾ നിയന്ത്രിക്കുന്നു. നീതിമാന്റെ നാവ് അമൂല്യമായ വെള്ളിയാണ്, ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതും. നീതിമാന്റെ അധരങ്ങൾ അനേകരെ പരിപോഷിപ്പിക്കുന്നു, വിഡ്ഢികൾ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു. കർത്താവിൻ്റെ അനുഗ്രഹമാണ് സമ്പത്തുളവാക്കുന്നത്, അവിടുന്ന് അതിനോട് കഷ്ടത കൂട്ടിച്ചേർക്കുന്നില്ല. ആഭാസകൃത്യം ചെയ്യുന്നത് മൂഢന് വിനോദം പോലെയാണ്, വിവേകിയായ വ്യക്തിക്ക് ജ്ഞാനം പിന്തുടരുന്നതും. ദുഷ്ടന്റെ ഭയം തന്നെ അവന് വന്നു ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹം അവിടുന്ന് നടത്തിക്കൊടുക്കുന്നു. കൊടുങ്കാറ്റ് കടന്നു പോകുന്നത് പോലെ ദുഷ്ടൻ ഇല്ലാതാകുന്നു, നീതിമാനാകട്ടെ അടിസ്ഥാനം ശാശ്വതമാണ്. പല്ലുകൾക്ക് വിനാഗിരിയും കണ്ണിണകൾക്ക് പുകയും എങ്ങനെയോ, തന്നെ അയക്കുന്നവർക്ക് അലസനും അങ്ങനെ തന്നെ. കർത്തൃഭയം ആയുസ് വർദ്ധിപ്പിക്കുന്നു, ദുഷ്ടരുടെ വത്സരങ്ങൾ കുറവായിരിക്കും. നീതിമാന്മാരുടെ പ്രതീക്ഷ നാമ്പിടുന്നു, ദുഷ്ടരുടെ ആഗ്രഹം നശിക്കും. കർത്താവിൻ്റെ വഴി നിഷ്കളങ്കന് ദുർഗമാണ്, തെറ്റു ചെയ്യുന്നവർക്കാകട്ടെ നാശവും. നീതിമാൻ ഒരിക്കലും ഒട്ടും കുലുങ്ങുകയില്ല, ദുഷ്ടരോ ഭൂമി വാസസ്ഥാനമാക്കുകയില്ല. നീതിമാന്റെ വായ് ജ്ഞാനം മൊഴിയുന്നു, നികൃഷ്ടതയുടെ വായ് വിച്ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രീതികരമായതറിയുന്നു, ദുഷ്ടരുടെ വായ് നികൃഷ്ടമായവയും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ പറഞ്ഞു, ദേവരാജ്യം എന്തിനോട് സദൃശ്യമാണ്? എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും? അതൊരു മനുഷ്യൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ്. അത് വളർന്ന് മരമായി, ആകാശപ്പറവകൾ അതിൻ്റെ ശാഖകളിൽ കൂടുകൂട്ടി. അവൻ വീണ്ടും പറഞ്ഞു, ദേവരാജ്യത്തെ എന്തിനോട് ഞാൻ ഉപമിക്കും? ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം എടുത്ത് ഒളിപ്പിച്ചു വെച്ച പുളിമാവ് പോലെയാണത്. അവൻ ഓരോ പട്ടണത്തിലും ഗ്രാമത്തിലും പോയി പഠിപ്പിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവെ, രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ?
അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന്, കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ അവരോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും സകല പ്രവാചകന്മാരെയും ദൈവരാജ്യത്തിലും നിങ്ങളെ ബഹിഷ്കൃതരായി പുറത്തും കാണുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകൊടിയുമായിരിക്കും. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. ഇതാ, പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. ആ മണിക്കൂറിൽ തന്നെ ചില ഫരിസേയർ വന്ന് അവനോട് പറഞ്ഞു, ഇവിടം വിട്ടു പോവുക, കാരണം ഹെറോദേസ് നിന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും 3-ാം ദിവസം പൂർത്തിയാക്കുകയും ചെയ്യും. ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ വധിക്കപ്പെടുക സാധ്യമല്ല. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കിലേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ എന്ന പോലെ നിന്റെ സന്താനങ്ങളെ ചേർത്ത് നിർത്താൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, എന്നാൽ നിനക്കോ മനസ്സുണ്ടായില്ല. ഇതാ, നിങ്ങളുടെ ഭവനം നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയേയില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം